ഹായ്. അപ്പോൾ നമ്മൾ ഡോക്ടറിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ ലുലുവിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് മൂന്നുപേർക്കും നല്ല അത്യാവശ്യം ഒരു ചെറിയൊരു വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് സമയമായിരുന്നല്ലോ. അപ്പോൾ ഒരു ചായ കുടിക്കാനായിരുന്നു എനിക്കപ്പോൾ തോന്നിയിരുന്നു. അപ്പോൾ ഇക്ക ഒരു തട്ടുകട ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തട്ടുകട തപ്പി നടന്നു. പക്ഷേ തട്ടുകട പോലത്തെ ഒരു ചെറിയ ബേക്കറി ലുലുവിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ടു. നല്ല അടിപൊളി ചായയായിരുന്നു. അപ്പോൾ സോൾട്ട് ബിസ്ക്കറ്റ് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമല്ല. ചൂട് കൊടുക്കാൻ അവിടെ ഉള്ളായിരുന്നു. അവരത് വാങ്ങി കഴിച്ചു. പിന്നെ വെറുതെ പറയാൻ പറ്റില്ലല്ലോ, അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മേടിക്കാനൊരു കൊതിയും കൊണ്ട് മേടിച്ചതാണ് കേട്ടോ. പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ചൂടിൽ കിട്ടി. രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കോയമ്പത്തൂർ വന്നിട്ട് ഇത്ര ടേസ്റ്റിൽ കാളാൻ കഴിച്ചിട്ടില്ല. കാരണം ഓരോ പീസും നമുക്ക് കറക്റ്റ് കടിക്കാൻ കിട്ടുമായിരുന്നു. സൂപ്പർ ടേസ്റ്റായിരുന്നു. കോയമ്പത്തൂരുള്ള ആരാച്ചാൽ ലുലുവിൻ്റെ ഫ്രണ്ടിൽ ആ തട്ടുകടയിൽ പോയി കഴിച്ചോളി, ഞാൻ ഗ്യാരണ്ടി. ഗൊപ്തന് ചൂടുള്ള ചായ ഊതിയിട്ട് കുടിക്കാനാണ് ഇഷ്ടമുണ്ടെങ്കിലും നമുക്ക് ഈ ചൂടുള്ളത് വായ തട്ടി ആകെ എക്സ്പ്രഷനൊക്കെ മാറും. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ചൂട് കൊണ്ട് വായ പൊള്ളുന്ന എക്സ്പ്രഷൻസ് ആയിരുന്നു. അത് ചെസ് നമ്പർ 1 ആണ്. ഇത് ചെസ് നമ്പർ 2. ചൂടുണ്ടോ? ചൂടില്ലല്ലോ. ഉണ്ടാവരുത്. കൊച്ചിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ചൂടൊക്കെ കുറേ കുറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ ഇവൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അടുത്തു കൂടെ ചൂടോ എരിവോ പോകാൻ പറ്റില്ല. കുറച്ച് പോയാലും അവനിത് സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. ഇപ്പോഴും ചൂടെല്ലാം ആറ്റി കൊടുക്കണം. അതുകൊണ്ടാണ് ഈ ഓവർ എക്സ്പ്രഷൻ. ഇക്കാൻ്റെ ഭയ പുള്ളിയത് കറക്റ്റ് എക്സ്പ്രഷൻ ആയിരുന്നു. പിന്നെ എൻ്റെത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കാർക്കും കാണാൻ പറ്റില്ല. കുറച്ച് ചൂട് കൊടുക്കാനും പെട്ടെന്ന് കഴിക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലുലുവിലും കയറണം, പിന്നെ അവിടെ നിന്ന് ഇറങ്ങണം, രാത്രി ഫുഡ് കഴിക്കണം. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ചൂട് കൊടുക്കാൻ വയലിട്ടുണ്ട്. സത്യം പറയാലോ, ഈ കടയത്തെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിറയെ കഴിക്കണം എന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വിശപ്പ് മാറ്റണം ലുലു കയറണം, പിന്നെ രാത്രിക്കത്തെ ഫുഡ് പിന്നെ കഴിക്കാമല്ലോ എന്നുള്ളിടത്തോളം എല്ലാം മേടിച്ചു. പക്ഷേ ഇനി എന്തായാലും ഇത് മാത്രം കഴിക്കാനാണ് ഞാൻ വയറൊഴിച്ചൊന്ന് പോകുന്നുണ്ട്. കാരണം സൂപ്പർ ടേസ്റ്റായിരുന്നു. കോളിഫ്ലവർ ആയാലും മറ്റേ കാളാനായാലും കേട്ടോ. പിന്നെ ഒക്കെ വേണമെങ്കിൽ ഒരു പ്ലേറ്റ് കൂടെ വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങളത് നിർത്തി. പിന്നെ അവിടെ പോയിട്ട് അവിടെ ഒരു സോഡ ഞാൻ കയറിയപ്പോൾ നോട്ടം വെച്ചതായിരുന്നു. അതിൻ്റെ എന്താ പറയുക, ഇതിന് ഗോലി സോഡ. അപ്പം ഞാനത് ഒന്ന് വാങ്ങിട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു.